ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോ ശില്പ. സൗണ്ടൊക്കെ പോയി, തൊണ്ടയൊക്കെ ഇതായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിസി ഡേ ആണ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് രാവിലെ സമയം 10 മണിയായിരിക്കുന്നു. ബിസി ഡേ എന്ന് പറയുന്നത് 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ ഒരു സിറ്റുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുറേ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഓഫല്ലേ, ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നും അല്ല, ഒരു ഡാൻസ് ക്ലാസ്സാണ്. ആക്ച്വലി ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അവിടെ മാനേജറായിട്ടുള്ള ഞാനും സ്മൃതിയും തമ്മിൽ നല്ല ക്ലോസ് ആണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അമ്മു ഇങ്ങനെ കുറച്ച് നാളായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് പോകാം. അമ്മ ഇവിടെ ഒരു ബോളിവുഡ് ഡാൻസ് ക്ലാസ്സിന് ചേരുന്നുണ്ട്. വീക്കിലി എനിക്ക് തോന്നുന്നു 1 ഡേ വെച്ചിട്ടാണ് ക്ലാസ് വരുന്നത്. 15 പൗണ്ടാണ്, 15 പൗണ്ടാണ്. സോ ഞാനും നമുക്ക് നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ അവർ നടത്തുന്നത്. പക്ഷേ സംഭവം നൈസാണ്, കാരണം ഞാൻ സ്റ്റോറീസൊക്കെ കാണാറുണ്ടായിരുന്നു. സോ ഇന്ന് ഞാനും ആ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ്. ഒരു 2 അവർ ക്ലാസ്സാണ്. 11:30 മുതൽ 1:30 വരെയാണ്. സോ ഞാനതിന് വേണ്ടിയിട്ട് കുർത്തയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്, ഡ്രസ് കോഡുണ്ട്. അതിനുശേഷം ഞങ്ങൾ എമ്പുരാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ കാണാൻ പോകണം. പിന്നെ അതിനുശേഷം ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട്. ബർത്ത്ഡേ പാർട്ടി ഒരു സർപ്രൈസാണ്. ഒരാൾക്ക് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അമ്മുൻ്റെ തന്നെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ അമ്മുൻ്റെ ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. അമ്മു ഇതൊന്നും അറിയാതെ കേട്ടോ രാവിലെ ഡാൻസ് ക്ലാസ്സിന് വരുന്നത്, എന്താവുമെന്നൊന്നും അറിയില്ല. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ മൂവിയും കണ്ടിട്ട് നേരെ അമ്മുൻ്റെ ഫ്ലാറ്റിലോട്ട് പോകും. ഞങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ടോന്ന് പോലും അമ്മുവിന് അറിഞ്ഞൂടാ. ആക്ച്വലി അമ്മുൻ്റെ ബർത്ത്ഡേ നാളെയാണ്, അതായത് മാർച്ച് 31-നാണ്. സോ അങ്ങനെ ഫുള്ള് ബിസിയാണ്. അതിനിടയിൽ എനിക്ക് പീരീഡ്സ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജിലും സ്കൂളിലും നമ്മൾ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ച് കളിക്കുന്നതും പിന്നെ റീൽസിനും ഇതിനും വേണ്ടിയിട്ട് കളിക്കുന്നതല്ലാതെ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോയി ഞാൻ അങ്ങനെ ഇതുവരെയും എനിക്ക് ആഗ്രഹമുണ്ട്. നാട്ടിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. അങ്ങനെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഫസ്റ്റ് ടൈമാണ്. ഒരു സെമി ക്ലാസിക്കൽ വർക്ക്ഷോപ്പാണ്. ആൻഡ് ഞാൻ വീഡിയോസ് ഉൾപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ നോക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പോകാം. ഫൈനലി നമ്മൾ അമ്മൂനെയും സ്മൃതിയെയും മീറ്റ് ചെയ്തു. ഞാൻ മീറ്റ് ചെയ്തത് ലിവർപൂൾ സ്ട്രീറ്റിൽ വെച്ചിട്ടാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ചാൻസലർ ലൈനിലോട്ട് പോവുകയാണ്. ചാൻസലർ ലൈനിലെത്തി അവിടുന്ന് പിന്നെ ഒരു കുറച്ച് ഉള്ളോട്ട് നടക്കുമ്പോഴാട്ടെ സ്റ്റുഡിയോ XY എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതൊന്നും ഇതിനകത്ത് എടുത്തില്ല. സ്മൃതി തുള്ളിച്ചാടി പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ അകം. ഞങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് മാറി നിന്നു. എന്നുവെച്ചാൽ കുറച്ച് ഗ്രൂപ്പിനെ വെച്ച് കളിപ്പിച്ച് നോക്കുന്ന സെക്ഷനാണ് നിങ്ങൾ കാണുന്നത്. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് കുർത്ത ഇട്ട ആളാണ് സംഭവം പഠിപ്പിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നല്ലേ. പക്ഷെ എന്ത് ചെയ്യാത്തതിൽ എനിക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. അവർ ഫുള്ളി നമ്മൾ വിചാരിച്ച പോലെ എന്ത് ചെയ്തില്ല. എനിക്ക് മറ്റേ രണ്ട് ടുഡുമിനും കൂടെ അവർ സ്റ്റെപ്പ് ഇടാനുണ്ട് ബാക്കി. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. ഇതാണ് ഞാൻ പറയാറുള്ള അമ്മു. ഗൈസ്, ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ. അമ്മു എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് ചത്ത് കിടക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു, വളരെ വളരെ നല്ലതായിരുന്നു.
നമ്മുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ധീരജേട്ടനെ സ്റ്റാർട്ട് ഫോർഡ് വെച്ച് മീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ എമ്പുരാൻ കാണാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എമ്പുരാൻ തുടങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. നമ്മൾ ഫൈനലി എമ്പുരാൻ കണ്ടിറങ്ങി. ഞാൻ ലൂസിഫറിൻ തിയേറ്ററിൽ പോയാൽ കണ്ടത്. അങ്ങനെ നമ്മൾ എമ്പുരാൻ ഇവിടെ വന്ന് കണ്ടിരിക്കുന്നു. കൊള്ളാം, നല്ല പടമാണ്. പക്ഷെ എനിക്ക് ലൂസിഫർ കണ്ട ഒരു ഇമ്പാക്റ്റ് വന്നില്ല. ലൂസിഫർ കണ്ട് ഫുൾ ഹൈപ്പോട് കൂടി പോയത് കൊണ്ടാന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോവാം. ബർത്ത്ഡേ പാർട്ടി അമ്മുവിൻ്റെ വീട്ടിലാട്ടോ. ഞാൻ കാണിച്ചില്ലായിരുന്നോ ഡാൻസിനിൽ? അപ്പോൾ അമ്മു അറിഞ്ഞിട്ടില്ല. അവിടെ എന്തൊക്കെയോ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്നിട്ട് വേണം അമ്മുവിന് സർപ്രൈസ് കൊടുക്കാൻ എന്തൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. കണ്ട എൻ്റെ കൂടെ ധീരജേട്ടനും ഉണ്ട്. Oh, it's nice. No, I mean, when I'm cutting it. Nice. This bit also. Elizabeth. Yeah. Happy birthday to you. Happy birthday to you. Happy birthday, dear Amu. Happy birthday to you. Hip hip hip. Hip hip. സോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ലേറ്റായി, അതായത് രാത്രി ഒരു 11:30 മണിയായി തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ. ഞാൻ നല്ല ടയേർഡായിരുന്നു. കാരണം ഞാൻ രാവിലെ പോയതാ. എൻ്റെ ഒരു ദിവസം ഫുൾ ഞാൻ രാവിലെ പോയിട്ട് രാത്രിയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. തിരിച്ച് വീട്ടിൽ എൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ടേ ഇല്ല. സോ അപ്പോൾ ഞാൻ നല്ല ടയേർഡായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഇന്നലെ അതിൻ്റെ ഇടയിൽ കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാനോ ഒന്നും പറ്റിയില്ല. ആ ഒരു മൂഡല്ലായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് അതാട്ടോ ഈ കോലത്തിലാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത്. കണ്ട എൻ്റെ മുഖം. അത് മാത്രമല്ല എനിക്കെന്തോ കോൾഡിൻ്റെ എന്തോ ചെറിയൊരു സിംറ്റംസും കൂടെ ഉണ്ട്. സോ അപ്പോൾ ആകെപ്പാടെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ എടുത്ത് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ശരിക്കും എന്താ സംഭവിച്ചത്, എന്തൊക്കെയാണ് മറ്റു പ്രശ്നം എല്ലാം ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഡാൻസ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പോസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ സ്റ്റാർട്ട് ഫോർഡ് വെച്ചിട്ട് ഞാൻ ധീരജേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മൂവി കാണാൻ പോയി, എമ്പുരാൻ കാണാൻ പോയി. ആൻഡ് അപ്പോൾ ഞാൻ എമ്പുരാനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എമ്പുരാൻ കണ്ടു ഇറങ്ങി ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണ് എന്ന്. എല്ലാം ഏകദേശം അടുത്താട്ടോ. അപ്പോൾ എമ്പുരാൻ നല്ലൊരു പടമാണ്. ഷെസാം പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഗുഡ് മൂവി ബട്ട് നോട്ട് മച്ച് ആസ് എ ഗ്രേറ്റ് മൂവി. പടം നല്ലൊരു പടമാണ്, പക്ഷെ ഭയങ്കര ഒരു അടിപൊളി പടമാണ്. അടിപൊളി പടം അങ്ങനല്ല, ഭയങ്കര അത്ര വലിയ ഇതല്ല എന്ന് പറയാം. ബട്ട് നമുക്ക് ലാലേട്ടനെ ഒരു എന്താ പറയുക, നമ്മൾ കണ്ട് വളർന്നൊരു ലാലേട്ടനുണ്ടല്ലോ, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു മാസ പടങ്ങളും ഒക്കെ. അപ്പോൾ അത് ഇതിലുണ്ട്, ആ ഒരു മാസ സീൻസൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ നല്ല നല്ല സീൻസും. പിന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആസ് എ ഡയറക്ടർ അത്രത്തോളം പുള്ളിക്കാരൻ ഈ പടത്തിന് വേണ്ടി കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും മനസ്സിലായി. അത്രമാത്രം ഉണ്ട് ആ പടത്തിൽ, അത്രമാത്രം ഉണ്ട്. പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ എന്താ പറയുക ഇതൊക്കെ പറയുന്നുണ്ട്, പൊളിറ്റിക്സ്, അത് ഇത് മറ്റത് മറിച്ചത് അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ. ഞാനതിലൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം സിനിമയായിട്ട് കാണുക, അതിലപ്പുറം അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചിന്തിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അവർ പറയുന്നത് മറ്റു കാര്യങ്ങളും ഞാനങ്ങനെ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടോ ഇങ്ങനെയൊക്കെ അതിനകത്ത് ഇതാക്കി എനിക്കങ്ങനെ അതുകൊണ്ട് പറയാനും അറിയില്ല. പക്ഷേ എനിവേ പടം നല്ലൊരു പടമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ലൂസിഫറിൻ തിയേറ്ററിൽ പോയി കണ്ട വ്യക്തിയാണ്. ലൂസിഫർ എനിക്ക് തോന്നുന്നു ഞാൻ 3rd ഡേ ലൂസിഫർ ഇറങ്ങി 3 ആ ഒരു വീക്കിൽ തന്നെ ഞാൻ പോയി കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ലൂസിഫറിൻ്റെ ആ ഒരു എത്രത്തോളം ആണ് ആ ഒരു ഇതൊക്കെ എൻ്റെ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, നമ്മൾ കണ്ട് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ പോയി എമ്പുരാൻ കണ്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ലൂസിഫർ കണ്ട ആ ഒരു ഇത് എനിക്ക് എമ്പുരാനിൽ കിട്ടിയില്ല. അത്
എൻ്റെ അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ പടം കൊള്ളാം, നല്ല സ്റ്റോറിയാണ്. മുരളി ഗോപിയുടെ സ്റ്റോറിയും മറ്റു കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അടിപൊളിയാണ്. എല്ലാം നല്ല ദീപക്തീപ നല്ല ഗംഭീരമായി ഇതിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും ഇടയ്ക്ക് തുടങ്ങുമ്പോൾ ഉള്ളൊരു സോങ് ഉണ്ട്, എമ്പുരാനെ എന്ന് പറയുന്നൊരു എമ്പുരാൻ്റെ ഒരു നാഷണൽ ഒരു ആന്തം പോലെ അതിനകത്തുണ്ട്. അതിലിടയ്ക്ക് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ മോള് പാടിയിട്ടുണ്ട്, അലങ്കൃത പാടിയിട്ടുണ്ട്. വളരെ നൈസായിട്ട് അതൊരു ഭയങ്കര ഒരു കുട്ടിയുടെ ഒരു ഇതുപോലെ അങ്ങനെ പാടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കൊള്ളാം. അവർ തമ്മിലുള്ള പൃഥ്വിരാജും ലാലേട്ടനും തമ്മിലുള്ള നല്ലൊരു കോംബോ സീൻസ് ഒക്കെ ഉണ്ട്. അവരുടെ സ്വാഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പടം കൊള്ളാം, നല്ല പടമായിരുന്നു. ആൻഡ് പിന്നെ അതിനുശേഷം ആയിരുന്നു പിന്നെ ഞങ്ങൾ അമ്മൂൻ്റെ വീട്ടിലോട്ട് പോയത്. ആൻഡ് അവിടെ എന്ന് വെച്ചാൽ അവിടെ അമ്മൂൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് അതിൻ്റെ ഇടയിൽ ഹലോ ഗൈസ് ഞാനെന്ന് വ്ളോഗ് എടുക്കുകയാണ്, ഇത് അമ്മൂൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, എനിക്ക് അങ്ങനെ പറയാനുള്ള ഇതില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം അറിയാം, പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് കൂടുതൽ പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ചെന്ന് നമ്മളതങ്ങനെ എനിക്ക് അവർ അത്ര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തേനെ. എനിക്ക് കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അത് അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാകോ എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചതുകൊണ്ട് അതാണ് അവിടെ കൂടുതലൊന്നും എടുക്കാതിരുന്നത്. കുറച്ച് മാത്രം ഉള്ള ഒരു ക്ലിപ്സ് മാത്രം ആഡ് ആക്കിയത്. കേക്കൊക്കെ മുറിച്ചു, നല്ല അടിപൊളിയായിരുന്നു കേക്ക്. ബാക്കി ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മു ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അമ്മു ആക്ച്വലി എന്താ പറയുക, ഞാനും സ്മൃതിയും ഞങ്ങൾ പ്ലേസ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഇവിടെ IB ടൈംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 7 months ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് അവിടെ ആയിരുന്നു, ഒരു മീഡിയ കമ്പനി ആയിരുന്നു. അപ്പോൾ അമ്മു അവിടുത്തെ ഓൾ ഇൻ വൺ ആസ് എ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെല്ലാവരും ഫുള്ള് നോക്കുന്നത് മാനേജർ എന്ന് തന്നെ പറയാം. അതാണ് അമ്മു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിചയമായതാണ്. പിന്നെ അങ്ങനെയാണ് ഞാനും സ്മൃതിയും അമ്മുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി. ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു കോൺടാക്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മൂൻ്റെ പാർട്ട്ണറും ഉണ്ടായിരുന്നു, രാഹുൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിചയം മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെയാണ് പോയിട്ട് പട്ടി പിടിച്ചപ്പോൾ പോയത്, എന്നെ ഡാൻസ് ക്ലാസ്സിനൊക്കെ കൊണ്ടുപോയത്, മറ്റു കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ വ്ളോഗിൽ അമ്മു എന്ന് പറയുന്നതല്ലാതെ അമ്മ നിങ്ങൾ കണ്ടു, ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പറയണമല്ലോ, പറഞ്ഞില്ലെങ്കിൽ മോശമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ബിസി ഡേ ആയിരുന്നു. ആ ബിസി ഡേ ഏതൊക്കെ രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റി അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. ഇനിയൊരു വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. ആ വ്ളോഗിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വളരെ നെക്സ്റ്റ് വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് ആ വ്ളോഗിൽ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നതായിരിക്കും. അതൊരു ഇതാണ്. സോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ശിൽപ. ബൈ, ടാറ്റാ.